Hi guys, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഏറ്റവും ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പറ്റിയത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതിനാദ്യം നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പാസ്കൽസ് ലോൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ നമുക്ക് ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിന് ആദ്യം എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. അതൊരു പാർട്ടിക്കിൾ അതൊരു പൈപ്പിലൂടെ എന്തിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഏത് ഫ്ലോ ചെയ്യണ ഏത് പാർട്ടിലും ഒരു പോയിന്റ് എടുത്തു വെച്ചാൽ അവിടുത്തെ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. വെലോസിറ്റി എന്ന് വെച്ചാൽ ആ പോയിന്റിൽ ഇപ്പോൾ ഏത് പാർട്ടിക്കിൾ വന്നു വെച്ചാലും അവിടെ വെലോസിറ്റി ഒന്നായിരിക്കും. അതായത് അവിടെ ഇപ്പോൾ വെലോസിറ്റി 10 m/s ആണെങ്കിൽ ആ പോയിന്റിൽ എല്ലായിടത്തും 10 m/s ആവും എല്ലാ പാർട്ടിക്കിളിനും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി ദൂരം കഴിഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരികയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതെടുക്കുക, ഇങ്ങനെ ഒരു പൈപ്പായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മളൊരു പോയിന്റ് ഇടാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോയിന്റ് ഇട്ടു വെച്ചാൽ ഈ പോയിന്റിൽ 10 m/s ആണ് വെലോസിറ്റി വെച്ചാൽ ഈ പോയിന്റിലൂടെ ഏത് പാർട്ടിക്കിൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുമ്പോഴും ഈ പോയിന്റിലൂടെ പോയിച്ചാൽ 10 m/s ആയിരിക്കും. ഇനി ഈ പോയിന്റിൽ അതേ 10 m/s ആവണമെന്നില്ല. ഈ പോയിന്റിന്റെ വെലോസിറ്റി 15 m/s ആണെങ്കിൽ ഇതേ ഫ്ലൂയിഡ് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുവഴി വരുമ്പോൾ ഇതിന് 15 m/s ഉണ്ടാവും. സോ ഇതിലത്തെ സ്ട്രീം ലൈനത്തെ എല്ലാ പോയിന്റിനും ഒരു വെലോസിറ്റി ഉണ്ടാവും. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ആ സ്ട്രീം ലൈനിന് ടാൻജന്റ് വരച്ചു വെച്ചാൽ നമുക്ക് കിട്ടും. സോ അതൊക്കെ വേറെ കാര്യം. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്കാണ് ഇപ്പോൾ കിടക്കേണ്ടത്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം സീനാവും. ഇപ്പോൾ NCERT ടെക്സ്റ്റിൽ 3 സ്ട്രീം ലൈൻസ് വെച്ചിട്ടാണ് പറയുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളത് സങ്കല്പിക്കേണ്ട ഒരു വേരിയസ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ്, അതായത് ഇപ്പോൾ വലുതായി ചോളത്തിൻ്റെ ഒക്കെ ഒരു ആകൃതിയുള്ള ഒരു പൈപ്പാണ് വിചാരിക്കുക. ചോളം കണ്ടിട്ടില്ല, അതിൻ്റെ രണ്ട് സൈഡും കൂർത്തിട്ടാവും, നടുവിൽ ഇത്തിരി ബൾജ് ചെയ്തിട്ടാവും, അങ്ങനത്തെ ആകൃതിയുള്ള ഒരു പൈപ്പാണെങ്കിൽ ആ പൈപ്പിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡ്സിൻ്റെ സ്ട്രീം ലൈനാണ് ഇത് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ മേലത്തെ ഭാഗത്ത് വരച്ചിട്ടുള്ള അങ്ങനത്തെ സ്ട്രീം ലൈനാണ്. ഞാൻ ചുവപ്പ് കളറിൽ കാണിച്ചു തരാം. ഈ ഭാഗത്ത് അങ്ങനത്തെ സ്ട്രീം ലൈനാണ് കാണിച്ചിട്ടുള്ളത്, ഈ ചുവപ്പ് ഭാഗത്ത്. അപ്പോൾ അടിഭാഗത്താണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ളത് നടുവിൽ കൂടെയുള്ള 3 സ്ട്രീം ലൈനാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ സങ്കല്പിച്ച് വെച്ച് ഈ ഡെറിവേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ അപ്പോൾ അത് ഒഴുകുന്ന ഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പിൻ്റെ ഏരിയ ആയിട്ട് നമ്മൾ സങ്കല്പിച്ച് സുഖമായിട്ട് ചെയ്യാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഓസ് എല്ലാവരും വീട്ടിലെ വെള്ളത്തിൽ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ ഓസ് പൈപ്പിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ഈ പൈപ്പ് ഓൺ ആക്കി വെച്ചാൽ ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ആണ് നമുക്ക് പുറത്തേക്ക് ഇടുക. അതായത് പൈപ്പിൽ നിന്ന് എത്ര വെള്ളം വരുന്നു അത്രയും വെള്ളമാണ് നമ്മൾ ഓസിൽ കൂടെ പുറത്തേക്ക് പോവുക. അല്ലാതെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം വരുമ്പോഴേക്കും ഓസിൽ കൂടെ കുറേ പോവുക, അങ്ങനെ ഉള്ള പരിപാടികളുണ്ട്. അപ്പോൾ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് എൻറ്ററിങ് ആൻഡ് എക്സിറ്റിംഗ് ഈസ് ഈക്വൽ. സോ ഈ P എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തും Q എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഏരിയ എടുക്കുകയാണ്. P എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത്, R എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത്, Q എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ΔT ടൈം കൊടുത്ത്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ΔT ടൈം കൊടുത്തു. സോ ഇതൊരു വെലോസിറ്റിയിലാവുമല്ലോ മൂവ് ചെയ്യുക. എന്തൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. സോ ഒരു ΔT സമയം കൊടുത്തു വെച്ചാൽ ഇത് മൂവ് ചെയ്യും. സോ മൂവ് ചെയ്യാൻ, അതായത് ഇവിടെ P എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൽ എത്ര മാസ് മൂവ് ചെയ്യുന്നുണ്ടോ അത്ര മാസം തന്നെ ഈ R എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ഈ പോയിന്റിൻ്റെ അവിടെയും Q എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൻ്റെ അവിടെയും മൂവ് ചെയ്യുക. സോ അതാണ് ഇവിടെ ഞാൻ MP = MQ = MR എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇത്രയുള്ള കാര്യം. അതായത് നമ്മളിപ്പോൾ ΔT സമയം, അതായത് ഇപ്പോൾ പൈപ്പ് കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പൈപ്പ് അടച്ചു, അപ്പോൾ ഒരു പോസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കിട്ടില്ലേ. നിങ്ങൾ പൈപ്പ് ഒരു ΔT ടൈമിക്ക് തുറന്നു, അതിന് ശേഷം അടച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കല്പിക്കാൻ പറ്റിയ ഇതാണ്. സോ P എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇത്ര കുറച്ച് മാസ് വെള്ളം എൻ്റർ ചെയ്യും. അപ്പോൾ R എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോകും. Q എന്ന് പറഞ്ഞിട്ടുള്ള ഓസിൻ്റെ അറ്റായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അവിടുന്ന് കുറച്ച് മാസ് പുറത്തേക്ക് പോകും. സോ എത്ര വെള്ളം കയറി അത്ര വെള്ളം തന്നെയാണ് എക്സിറ്റ് ചെയ്യുക. സോ MP = MQ = MR. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി = മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് = ഡെൻസിറ്റി × വോളിയം വരും. സോ നമ്മൾ ആദ്യം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട്, അതായത് PQR എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എല്ലാം ഡിഫറെൻ്റ്, അതായത് Pയിലെ ഡെൻസിറ്റി ρP, ആറിലെ ഡെൻസിറ്റി ρR, Qയിലെ ഡെൻസിറ്റി ρQ, അങ്ങനെ അതിൻ്റെ മൂന്നിൻ്റെ ക്രോസ് സെക്ഷൻ വ്യത്യാസമാണ്. അപ്പോൾ ഏരിയ വ്യത്യാസമാവും. സോ 3 സ്ഥലത്തെത്തി വെലോസിറ്റി വ്യത്യാസമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കറിയില്ല അത് വ്യത്യാസമാവും എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ
ഇവിടെ നമ്മൾ കുറച്ച് കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അതായത് മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. നമ്മളിവിടെ ഡെൽറ്റ ടി ടൈം കൊടുത്തുകൊണ്ട് ഈ സാധനം ഇത്ര മൂവ് ചെയ്യും, അതായത് എല്ലാ ഭാഗത്തും ഇത്ര മൂവ് ചെയ്യും. കുറച്ച് ഏറ്റവും ചെറുതായിട്ടാണ് മൂവ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലുതായിട്ട് വരച്ച് തരികയാണ്. സോ ഇത്ര ഭാഗം മൂവ് ചെയ്യും. അപ്പോൾ ഡെൽറ്റ എക്സ് പാർട്ടാണ് അവിടെ മൂവ് ചെയ്യുക. നമുക്കറിയാം ഡെൽറ്റ എന്താ പറയുക, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമുക്കറിയാം. സോ ഇപ്പം നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉള്ളത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതും കൂടി വേണം, അതിനെ അവിടെ എഴുതാൻ മറന്നുപോയതാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞിട്ടൊരു കൺവേർഷൻ കൂടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഇത്ര ദൂരം നമ്മൾ മൂവ് ചെയ്തത് ഒരു സർട്ടൻ വെലോസിറ്റിയിൽ ഒരു ഡെൽറ്റ ടി ടൈം കൊടുത്തുകൊണ്ടാണ്. സോ നമുക്ക് ഈ ഭാഗത്തുള്ള ഒരു വോളിയം, അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് വോളിയം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഇപ്പോൾ ഈ പി എന്ന് പറഞ്ഞ ഭാഗത്ത് ഡെൽറ്റ ടി ടൈം കൊടുത്ത് ഡെൽറ്റ എക്സ് മൂവ് ചെയ്തു. അപ്പോൾ ആ ഭാഗത്തെ വോളിയം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സിലിണ്ടർ ആയിട്ട് സങ്കല്പിക്കുക. കാരണം ക്രോസ് സെക്ഷൻ ചെറിയ തോതിൽ വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ളൂ, അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ഒരു സിലിണ്ടർ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഓരോ സിലിണ്ടറുകൾ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഏരിയ ഇൻറ്റു ഈ ഡെൽറ്റ എക്സ്, അതായത് ഒരു സിലിണ്ടർ നമ്മൾ ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് 2πr πr സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റാണ് വരിക. സോ നമുക്ക് അതേപോലെ പി ഇൻറ്റു പിൻ്റെ അവിടുത്തെ ഏരിയ എ പി ആവും, എ പി ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് അതിൻ്റെ വോളിയത്തെ സങ്കല്പിക്കാം. സോ ആദ്യം നമ്മൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. സോ അപ്പോൾ നമ്മൾ മാസ്, ഈ ഓരോന്നിൻ്റെയും മാസ് കാണുമ്പോൾ ഈ മാസൊക്കെ ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാസ് കാണുമ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തിന് ഒരു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയാം. ഡിസ്റ്റൻസ് നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കൊടുക്കാം. സോ ടോട്ടലി ഇവിടെ ഇപ്പോൾ മാസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വരിക. അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. റോ പി ഈസ് ഈക്വൽ ടു റോ പി ഇൻറ്റു എ പി ഇൻറ്റു വി പി ഇൻറ്റു ഡെൽറ്റ ടി. ഇത് കൺഫ്യൂഷൻ ആവുമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ ഒന്ന് നോക്കിയാൽ മതി. സോ അതാണ് ഇവിടെ വരിക. അതായത് ഈ വിയും വെലോസിറ്റി ആണ് എന്നുള്ള കാര്യം മറക്കരുത്. വി ഡെൽറ്റ ടി എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് ഡെൽറ്റ എക്സ് മൂവ് ചെയ്തു, അപ്പോൾ സർട്ടൻ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നു. സോ നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ എ പി വി പി എ പി, അതായത് ഓരോ പി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പി ഭാഗത്ത്, അതായത് എ പി വി പി എല്ലാം ഈ പി ഭാഗത്തുള്ള ഏരിയ വെലോസിറ്റി സാധനങ്ങളാണ്. ഇനി ആർ ആയിക്കോട്ടെ ക്യൂ ആയിക്കോട്ടെ, ആ ഭാഗം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മൾ ഈ ഇത് മാസ് ഈസ് ഈക്വൽ, അതായത് മൂന്ന് സൈഡിൽ മൂന്ന് ഭാഗത്തും മൂവ് ചെയ്യണ മാസ് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ റോ പി, അപ്പോൾ മാസിനാണ് നമ്മൾ ഇത്രയും എഴുതിയത്. മാസ് ഈസ് ഈക്വൽ ടു ആണ് ഈ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ അപ്പോൾ മൂന്ന് ഭാഗത്ത് ഈ മാസ് ഈക്വൽ ആണെങ്കിൽ റോ പി ഇൻറ്റു എ പി ഇൻറ്റു വി പി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ പി ഇൻറ്റു എ ക്യു ഇൻറ്റു റോ ക്യു ഇൻറ്റു എ ക്യു ഇൻറ്റു വി ക്യു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു റോ ആർ ഇൻറ്റു എ ആർ ഇൻറ്റു വി ആർ ഡെൽറ്റ ടി. സോ നമ്മൾ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കൺവേർഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ടേമിലും ഡെൽറ്റ ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി നല്ല ഐശ്വര്യമായിട്ട് വെട്ടിക്കളയാം. എല്ലായിടത്തും ഡെൽറ്റ ടി ഉള്ളതുകൊണ്ട് വെട്ടാം എന്നുള്ളത് മാത്രമാണ്. ഡെൽറ്റ ടി നമ്മൾ വെട്ടി. സോ അത് നിങ്ങൾക്ക് കോമൺ മാത്തമാറ്റിക്കൽ നോളജ് ആണ്. ഡെൽറ്റ ടി എല്ലാത്തിലും ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, വെട്ടിക്കളയാം. സോ ഇപ്പോൾ നമുക്ക് കിട്ടി റോ പി ഇൻറ്റു എ പി ഇൻറ്റു വി പി ഈസ് ഈക്വൽ ടു റോ ക്യു ഇൻറ്റു എ ക്യു ഇൻറ്റു വി ക്യു ഈസ് ഈക്വൽ ടു റോ ആർ ഇൻറ്റു എ ആർ ഇൻറ്റു വി ആർ. സോ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ വെള്ളമാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ 1 ലിറ്റർ വെള്ളമുണ്ട്. നിങ്ങൾ അതിനെ ഒരു കുപ്പിയിലാക്കിയിട്ട് എത്ര അമർത്തിയാലും നിങ്ങൾക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വെറും ഒരു കുപ്പി, ഒഴിഞ്ഞ കുപ്പിയാണെന്ന് വിചാരിക്കുക, നല്ല ടൈറ്റായിട്ട് മൂടിയത്. അത് നിങ്ങൾ അമർത്തിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ് പാർട്ടിക്കിൾസ് കംപ്രസ് ആയിട്ട് ഒരു വോളിയം കമ്മിയാവുകയും ചെയ്യും. അത് 1 ലിറ്റർ ഇതാണ്, ഒരു 10 ഗ്രാം ഗ്യാസാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അത് ഒരു സർട്ടൻ വോളിയത്തിലാവും. നിങ്ങൾ അമർത്തിച്ചാൽ അതിൻ്റെ വോളിയം കമ്മിയാവും. സോ അത് ഡെൻസിറ്റി കൂടും. പക്ഷെ നമ്മൾ വെള്ളമാണെങ്കിൽ അങ്ങനെ പറ്റില്ല. സോ നമ്മളൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ് ഇവിടെ ഉള്ളത് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമ്മളുടെ അപ്രോക്സിമേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇത് ഫസ്റ്റ് തന്നെ എടുത്താൽ പോലെയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ലാത്ത കേസുകൾക്ക് ഇങ്ങനെ വരണം എന്നുള്ളതുകൊണ്ടായിരിക്കാം NCERT ഇങ്ങനെ എടുത്തിട്ടുള്ളത്. സോ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡെൻസിറ്റി പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ ഈസ് ഈക്വൽ ടു പി ക്യു
പി പി എന്നൊക്കെ പറഞ്ഞിട്ട് റോ പി എന്ന് വരും, സോറി. അപ്പോൾ ഈ ഡെൻസിറ്റി ടേംസ് ഒക്കെ ഈക്വലായി ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടും എ പി ഈസ് ഈക്വൽ ടു എ പി വി പി ഈസ് ഈക്വൽ ടു എ പി വി പി ഈസ് ഈക്വൽ ടു എ ക്യു വി ക്യു ഈസ് ഈക്വൽ ടു എ ക്യു വി ക്യു ഈസ് ഈക്വൽ ടു എ ആർ വി ആർ. സോ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എഴുതുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, കാരണം എഴുതുന്നത് വലിയ ബന്ധമൊന്നുമില്ല. സോ നമുക്ക് ഇങ്ങനെ ഇത് 3 ഭാഗത്തുള്ള, അതായത് ഏരിയ വെലോസിറ്റി പ്രൊഡക്റ്റ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദിസ് ഈസ് വാട്ട് വി കാൾ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. എ ഇൻറ്റു വി കോൺസ്റ്റന്റ് ഞാൻ ഫുൾ എഴുതുന്നില്ല. സോ എ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആരും മറക്കരുത്, വോളിയം ഒന്നും കൊണ്ട് എഴുതിയിരിക്കരുത്. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതെന്താ നമുക്ക് നോക്കുകയാണെങ്കിൽ വെലോസിറ്റിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇത് നിർബന്ധമില്ല, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡെറിവ് അധികം ചോദിക്കില്ല. ഇത് നമ്മൾ മെയിനായിട്ട് മറ്റേ ബെർണോളിസ് ഇക്വേഷൻ്റെ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ബെർണോളിസ് ഇക്വേഷൻ കാണുന്നതാവും നല്ലത്. സോ വെലോസിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഡെൽറ്റ എക്സ് ബൈ ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഏരിയ, അതായത് ഈ ഭാഗത്തൊരു ഏരിയയും ഇതൊരു ഹൈറ്റ്, അതായത് സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ വോളിയം ആയിട്ടാണ് വരിക. സോ വോളിയം ബൈ ടൈം, വോളിയത്തിന് ഞാൻ വി ഒ എൽ എന്ന് എഴുതുന്നുണ്ട്. സോ വോളിയം വെലോസിറ്റി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. വോളിയം ബൈ ടൈം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇതിനെയാണ് നമ്മൾ വോളിയം ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. വോളിയം ഫ്ലക്സ് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതിനെ വോളിയം ഫ്ലക്സ് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതിനെ നമ്മൾ വോളിയം ഫ്ലക്സ് ഓർ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതായത് ഒരു ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മളൊരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ. സോ അവിടെ നമുക്ക് കിട്ടി വോളിയം ഫ്ലക്സ് ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിപ്പോൾ നമ്മളൊരു ഇപ്പോൾ നമുക്ക് നോർമലി പരിചയമുള്ള ഒരു സിറ്റുവേഷൻ ആണിത്, ഇത്ര പറയൊന്നും വേണ്ട. അത് ഓസിക്കൂടെ നമ്മൾ വെള്ളം വരുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഏരിയ ഒന്ന് അടച്ചു പിടിച്ചത്, അതായത് അതിൻ്റെ വായുവട്ടം ഒന്ന് നമ്മൾ അടച്ചു പിടിക്കുമ്പോൾ അതിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടും. അതായത് ഏരിയയും വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ കുറഞ്ഞു വെച്ചാൽ വെലോസിറ്റി കൂടും, വെലോസിറ്റി കുറഞ്ഞാൽ ഏരിയ കൂടും. ഏരിയ കൂടുന്നല്ല, വെലോസിറ്റി കുറഞ്ഞ ഭാഗത്ത് ഏരിയ കൂടുതലായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു കൺസെപ്റ്റ് ഉള്ളവർക്കാണ് ബെർണോളിസ് ഇക്വേഷൻ കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യാൻ അറിയാം. സോ ബെർണോളിസ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് അറിയണം. അതിനുശേഷം മാത്രമേ ബെർണോളിസ് ഇക്വേഷനിലേക്ക് നിങ്ങൾ തൊടാൻ പറ്റുള്ളൂ. സോ ഇതുവരെ ആരും ചോദിച്ചു കണ്ടില്ല. ഇനി ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഡെറിവേഷൻ കറക്റ്റായിട്ട് എഴുതിയത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇനി ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷനും കൂടി ഡെറിവ് ചെയ്യാം. അതിനുശേഷം പാസ്കൽസിലോ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെ കുറച്ച് അധികം ഡെറിവേഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഡെറിവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.